നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനം സർവീസ് സെൻറ്ററിൽ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് അവിടെ പ്രൊസീജിയർ നടക്കുന്നത്? ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണുവാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ബ്രോ, വണ്ടി നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടു ചെല്ലുമ്പോൾ ഉള്ള ഫുൾ പ്രൊസീജിയർ ടിൽ ഹാൻഡ് ഓവർ ഉള്ളത് പറ്റിയൊരു ഷോർട്ട് വീഡിയോ ചെയ്യാമോ? ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല, കാരണം ഷോർട്ട് വീഡിയോയ്ക്ക് അത് നിൽക്കത്തില്ല. ആദ്യം തന്നെ ഞാൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ ഗേറ്റ് എൻട്രി, അതായത് ഗേറ്റ് എൻട്രി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വാഹനമായിട്ട് വരുന്ന സമയത്ത് വാഹനം എൻട്രി ആയെന്നുള്ളത് സെക്യൂരിറ്റി രജിസ്റ്ററിൽ എഴുതും. അതിൽ അഡ്വൈസർമാരുടെയിലോട്ടായിരിക്കും നിങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അത് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആർക്കാണ് ടേൺ അനുസരിച്ച് കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺസേൺ ആയിട്ടുള്ള അഡ്വൈസർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. ഇത് കഴിയുമ്പോഴത്തേക്കും വാഹനത്തിലൊരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതായിരിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രം, അതായത് എന്തെങ്കിലും കംപ്ലയിൻസോ ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്നതായിരിക്കും. ടെസ്റ്റ് ഡ്രൈവിനകത്ത് എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളോ വല്ല നിങ്ങൾക്ക് കൺസേൺ ഉണ്ടെങ്കിൽ അതെല്ലാം നോട്ട് ഡൗൺ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിന് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സർവീസിന് കൊണ്ട് ചെല്ലുന്നതിൻ്റെ തലേ ദിവസം നിങ്ങൾ അതെല്ലാം ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നൊരു കേസാണ്. കാരണം സർവീസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴായിരിക്കും പലരും അയ്യോ ആ ഒരു കംപ്ലയിൻറ്റും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. പിന്നെ പലരുടെയും മനസ്സിലൊരു ചിന്ത എന്ന് പറഞ്ഞാൽ, വാഹനം സർവീസിന് കൊടുക്കുകയല്ലേ, എല്ലാവരും നോക്കി ക്ലിയർ ചെയ്യും, എല്ലാം നോക്കി ക്ലിയർ ചെയ്യും. പക്ഷേ ചില കാര്യങ്ങൾ നമ്മളും വിട്ടു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും മെൻഷൻ ചെയ്യുന്നത്, അതായത് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് നമ്മളോട് പറയണം എന്ന് പറയുന്നത്. കാരണം ചില കംപ്ലയിൻസ് നമ്മൾ ഓടിച്ച് നോക്കുമ്പോഴൊന്നും കിട്ടത്തില്ല. ചിലപ്പം കുറേ ദൂരം ഓടിച്ച് കഴിഞ്ഞാലേ കിട്ടത്തുള്ളൂ, ഒരു 15 കിലോമീറ്റർ കഴിഞ്ഞൊക്കെ കിട്ടത്തുള്ളൂ. അങ്ങനത്തെ കംപ്ലയിൻസ് ചിലപ്പോൾ നമുക്ക് പോലും, അല്ലെങ്കിൽ ഷോറൂംസിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് പോലും അത് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻസ് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു കൺസേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ 100% അത് നിങ്ങൾ പറയണം എന്ന് പറയുന്നതിൻ്റെ കാര്യം. ഓക്കെ, അങ്ങനെ നമ്മൾ ആ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ നോട്ട് ഡൗൺ ചെയ്ത്, പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഇത് മാനുവലായിട്ട് നമ്മൾ എഴുതിയെടുക്കായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് എല്ലായിടത്തും ഡിജിറ്റൽ ഫോമായി, അതായത് നമ്മുടെ ടാബിലോട്ട് തന്നെ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അന്നേരം തന്നെ ജോബ് കാർഡ് ആകുകയാണ്. ഈ ഒരു ജോബ് കാർഡാണ് നമ്മൾ ഫ്ലോറിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് കൊടുക്കുന്നത്. ഇത് നേരെ ഓരോ ടെക്നീഷ്യനും അലോട്ട് ചെയ്യും. അതായത് ആർക്കാണോ ടേൺ, ആ ടേണിലുള്ള ടെക്നീഷ്യൻ അലോട്ട് ചെയ്യും. അങ്ങനെ അലോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ വാഹനം നേരെ ലിഫ്റ്റിലോട്ട് കയറുന്നതായിരിക്കും. ഈ പറഞ്ഞ വർക്കും കാര്യങ്ങളൊക്കെ, അതായത് ഏത് സർവീസാണോ, അതായത് പീരിയോഡിക് മെയിൻ്റെനൻസ് സർവീസാണോ, അതോ ഒരു റണ്ണിങ് റിപ്പയർ, അല്ലെങ്കിൽ റണ്ണിങ് റിപ്പയർ എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ടൊക്കെ കയറുന്നു, അങ്ങനെ, അല്ലെങ്കിൽ ബെഡ് സർവീസ് ആയിട്ട് കയറുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് റണ്ണിങ് റിപ്പയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതുപോലത്തെ ഒരു സർവീസ് ഏതാണെങ്കിലോ ആ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നമ്മുടെ വാഹനം സർവീസ് സെൻറ്ററിനകത്ത് അല്ലെങ്കിൽ ഒരു ലിഫ്റ്റിൽ വെച്ച് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് റെഡിയായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി അതിനകത്ത് പാർട്സ് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്നേരം കൺസേൺ ആയിട്ടുള്ള സർവീസ് അഡ്വൈസർ ഇൻഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. സർവീസ് അഡ്വൈസർ നേരെ കസ്റ്റമറെ വിളിച്ച് കാര്യങ്ങൾ ഇൻഫോം ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ വാഹനം വർക്ക് കഴിഞ്ഞ് ഇറങ്ങുന്നു. വർക്ക് കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഒരു ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട്. കാരണം ചെയ്ത വർക്കും കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണോ, എന്തെങ്കിലും വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഈ കാര്യങ്ങൾ കഴിഞ്ഞ് വന്നാൽ ഉടനെ തന്നെ പിന്നെ ഒരു ഫൈനൽ ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്. അത് ഇൻക്ലൂഡിങ് ലൈറ്റ്സ്, ലെവൽ, കാര്യങ്ങൾ എല്ലാം അതിനകത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ വാഹനം ഫുള്ളായിട്ട്, അതായത് ഞാൻ ഈ പറഞ്ഞ ഫൈനൽ ഇൻസ്പെക്ഷനകത്താണ് നമ്മുടെ ടോർക്കും കാര്യങ്ങളൊക്കെ, വീലിൻ്റെ ടോർക്കും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്നൊക്കെ കൺഫേം ചെയ്യുന്നത്. അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ വാഷിംഗ് റാമ്പിലോട്ട് കയറി വാഷിംഗോടെ തീർത്താണ് ഈ വാഹനം ഫൈനൽ തീരുന്നത്. ഏകദേശം വാഷിങ്ങിൻ്റെ പകുതി ആകുമ്പോഴത്തേക്കും കൺസേൺ ആയിട്ടുള്ള സർവീസ് അഡ്വൈസർ കസ്റ്റമറെ വിളിച്ച് ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം വാഹനം ഔട്ട് ടു ഡെലിവറിയാണ് നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വാഹനം, അല്ലെങ്കിൽ നിങ്ങളൊരു വാഹനം സർവീസിന് കൊണ്ടു കൊടുക്കുമ്പോൾ നടക്കുന്ന പ്രൊസീജിയർ.